ദൈവനാമം മഹത്വപ്പെടട്ടെ. കർത്താവ് പ്രിയ വിശ്വാസികളുടെ സമൂഹമേ, കുഞ്ഞുങ്ങളെ നിങ്ങളെവരെയും വീണ്ടും വരുമെന്ന് അരുളിച്ചത് വിദ്യുതനായ കർത്താവായ യേശു കൃഷ്ണൻ നാമത്തിൽ പ്രഭാതവചനത്തിലേക്ക് വളരെ വിനീതമായി സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ധ്യാന വിഷയം സത്യവിശ്വാസം തലമുറയ്ക്ക്. സത്യവിശ്വാസം തലമുറയ്ക്ക്. സത്യവിശ്വാസം തലമുറയ്ക്ക് നാം കൈമാറണം എന്നുണ്ട് എങ്കിൽ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായ കാര്യം, ആദ്യം നമ്മൾ സത്യവിശ്വാസം ഉള്ളവർ ആയിരിക്കണം. സത്യവിശ്വാസം നമുക്ക് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ നമ്മൾ വേദപുസ്തകം വായിച്ച് ഗ്രഹിക്കുന്നവരായിരിക്കണം. രണ്ടു നേരവും പ്രാർത്ഥിക്കുന്നവരായിരിക്കണം. അതായത് യാമപ്രാർത്ഥനകൾ കംപ്ലീറ്റ് ചെയ്യുന്നവർ ആയിരിക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ കൂദാശകളിൽ സംബന്ധിക്കുന്നവരായിരിക്കണം. കുർബാനയിൽ സംബന്ധിച്ച് അതിൻ്റെ കുർബാന അനുഭവിച്ച് അനുഗ്രഹം പ്രാപിക്കുന്നവർ ആയിരിക്കണം. സഭയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് സത്യവിശ്വാസത്തിൽ നമ്മൾ പ്രവർത്തിക്കുന്നവരായിരിക്കണം. അതായത് കഴിഞ്ഞ 2025 വർഷങ്ങളോളം ആയിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ആ പാരമ്പര്യം, അതായത് ഓർത്തഡോക്സ് പാരമ്പര്യം എന്ന് പറയുന്നത്, നമ്മളുടെ യഥാർത്ഥ തത്വസംഹിത എന്ന് പറയുന്നത് നമ്മുടെ ത്രിയേക ദൈവത്തിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി എന്നാണ് നമ്മൾ പറയുന്നത്. അതായത് 1, 2, 3 എന്നുള്ള ആ ഒരു കാൽക്കുലേഷൻ അവിടെ ഇല്ല. എന്നാൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നാണ്, തൃത്വത്തിൽ ഏകത്വം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അത് സത്യവിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവ് ഉണ്ട് എന്നുള്ള കാര്യം നമ്മൾ മറക്കാതെ, ആ ആത്മാവിനെ നമ്മൾ നശിപ്പിക്കാതെ, അതിനെ കെടുക്കാതെ നമ്മൾ അതിനെ കാത്ത് പരിപാലിക്കണം. രണ്ടാമത്തത് എന്ന് പറയുന്നത്, നമ്മൾ എല്ലാവരോടൊപ്പം ദൈവ സാന്നിധ്യം എപ്പോഴും ഉണ്ട് എന്നുള്ള ആ ഒരു വിചാരം നമ്മളുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. യോഹന്നാൻ ശ്ലീഹായുടെ രക്ഷാസുവിശേഷത്തിൽ 3-ാം അധ്യായത്തിൻ്റെ അവസാനം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. 3-ാമത്തെ കാര്യമെന്ന് പറയുന്നത്, നിത്യ ജീവൻ നമുക്ക് ഉള്ളവരാണ്. അതായത് ഈ ലോകത്തിലെ താൽക്കാലിക ജീവിതത്തിൽ നിന്നും നമ്മൾ മാറ്റപ്പെട്ട് കഴിയുമ്പോൾ നമ്മൾ നിത്യതയിലേക്ക് നമ്മുടെ ആത്മാവ് എത്തിച്ചേരുന്ന ആ ഒരു പ്രക്രിയ നമ്മൾ മറക്കരുത്. അതായത് നിത്യതയുടെ ജീവൻ ആണ് 3-ാമത്തെ കാര്യം. 4-ാമത്തത് എന്ന് പറയുന്നത് വചനത്തിലുള്ള വിജയ സാധ്യത. നമ്മൾ വചനം വായിച്ച് കൃത്യമായി മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് വചനത്തിൽ ഉള്ള ആ യഥാർത്ഥ സാധ്യത, അതായത് വിജയത്തിൻ്റെ സാധ്യത എന്താണ് എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ വീട്ടിൽ അത് എപ്പോഴും ഉരുവിട്ടുകൊണ്ടിരിക്കണം കുഞ്ഞുങ്ങളുടെ മുമ്പിൽ. അതായത് നാം ഓരോരുത്തരും സത്യവിശ്വാസത്തിൽ എപ്പോഴും ജീവിക്കണം. അതായത് നമ്മൾ അവരോട് പറഞ്ഞു കൊടുക്കേണ്ടതായ മെയിൻ കാര്യം എന്ന് പറയുന്നത്, വിശ്വാസമെന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് എന്നാണ്. അതായത് എബ്രായർക്ക് എഴുതിയ ലേഖകൻ 11-ാം അധ്യായം 1-ാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നാം നമ്മുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടി സ്നേഹിക്കേണ്ടവരാകുന്നു എന്ന് നാം ഒരിക്കലും മറക്കരുത്. അതുകൂടാതെ നാം മനസ്സിലാക്കേണ്ടതായ മറ്റ് ഒരു കാര്യം എന്ന് പറയുന്നത്, യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, ഭോഷന്മാരോ ജ്ഞാനവും പ്രബോധനവും നിരസിക്കുന്നു എന്നുള്ള കാര്യം ആ കുഞ്ഞു മനസ്സിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നമ്മൾ പാകി കൊടുക്കണം. അതുകൂടാതെ നമ്മൾ മനസ്സിലാക്കേണ്ട സദൃശ്യവാക്യം 3-ാം അധ്യായം 32-ാം വാക്യത്തിൽ പറയുന്നത്, വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു, നീതിമാന്മാർക്കോ അവൻ്റെ സഖ്യത ഉണ്ട് എന്നാണ്. അതായത് വക്രതയുള്ളവൻ യഹോവയ്ക്ക് വെറുപ്പാകുന്നു, നീതിമാന്മാർക്കോ അവൻ്റെ സഖ്യത ഉണ്ട്. അതായത് സദൃശ്യവാക്യം 1-7 പറഞ്ഞിരിക്കുന്നതായ യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കഴിയുമ്പോഴാണ് ഇതൊക്കെയും
നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നത്. അതിന് പ്രകാരം നമ്മൾ ഒരു കാര്യം കൂടെ ചെയ്യണം. നമ്മളായിരിക്കണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് മാതൃക. ഒന്നിച്ച് ഇരുന്ന് വീട്ടിൽ പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് ആഹാരം കഴിക്കുകയും ഗൃഹനാഥൻ്റെ ഒരു കൺട്രോൾ വീട്ടിലുണ്ടായിരിക്കുകയും അവൻ പറയുന്നത് അപ്പാടെ മറ്റുള്ളവർക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് ഉള്ള ഒരു സഹിഷ്ണുത ഉണ്ടാക്കിയെടുക്കത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുന്നുവെങ്കിൽ ആ കുടുംബം എപ്പോഴും സത്യവിശ്വാസത്തെ മുറുകി പിടിക്കുന്ന ഒരു കുടുംബമായിരിക്കും അത് തലമുറയ്ക്ക് നമുക്ക് കൊടുക്കുവാനും സാധിക്കും എന്നുള്ളതിന് രണ്ട് അഭിപ്രായം ഉണ്ടാകുകയില്ല. അതിനുവേണ്ടി നാം മനസ്സിലാക്കി വെക്കേണ്ടത്, ഒന്നാമത്തത് നമ്മുടെ ഉള്ളിൽ ഒരു ആത്മാവുണ്ട് എന്നും, രണ്ടാമത്തത് ദൈവ സാന്നിധ്യം എപ്പോഴും നമ്മളോടൊപ്പം ഉണ്ടെന്നും, വചനത്തിൽ ഉള്ള വിജയസാധ്യത നമ്മൾ എന്താണെന്ന് മനസ്സിലാക്കി അത് വായിച്ച് ഗ്രഹിക്കുകയും നിത്യതയിൽ ഉള്ള നമ്മുടെ ജീവനെക്കുറിച്ച് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തു കഴിയുമ്പോൾ നമ്മൾ സത്യവിശ്വാസത്തെ തലമുറയ്ക്ക് കൈമാറുവാൻ സാധിക്കും. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരിക്കൽ കൂടി എടുത്തു പറയട്ടെ, അതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത് നാം സ്വയം ഒരു എക്സംപ്ലറി, അതായത് ഒരു മാതൃക പുരുഷൻ ഒരു മാതൃക പേരൻസ് ആകത്തക്ക രീതിയിൽ മാതാപിതാക്കൾ ഒരുമിട്ടെങ്കിൽ മാത്രമേ ഈ കാര്യം സാധിക്കത്തുള്ളൂ. അപ്പോൾ എല്ലാ കാര്യങ്ങളും ശരിയാകും എന്ന് മാത്രം ഈ അവസരത്തിൽ ഞാൻ ഓർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കട്ടെ. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.